ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ഗിറ്റ് എന്താണ്, നമുക്ക് ഗിറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ ഒരു കോഡ് ഗിറ്റ്ഹബ് എന്ന് പറയുന്ന പബ്ലിക് റിപ്പോസിറ്ററി ഉണ്ടല്ലോ അവിടോട്ട് എങ്ങനെ അപ്ലോഡ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം ഗിറ്റ് എന്താണെന്ന് നോക്കാം. ഗിറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ്. അത് പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് അവരുടെ കോഡുകൾ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുകയും പല പ്രോഗ്രാമേഴ്സുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും ഒക്കെ ചെയ്യുന്ന ഒരു കോഡ് ട്രാക്കറാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെ ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഇതൊരു വേർഷൻ കൺട്രോൾ സിസ്റ്റം അല്ലെങ്കിൽ VCS എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഓരോ കോഡ് നമ്മളുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, ഓക്കെ, അതിനുശേഷം അതിൻ്റെ അടുത്ത വേർഷൻ ഉണ്ടാക്കി, അപ്പോൾ അതിനെയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തു, അപ്പോൾ പുതിയ വേർഷൻ ഇറങ്ങി. സോ അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂളാണ് ഗിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ്. കാരണം ഇത് സെൻട്രലൈസ്ഡ് അല്ല, നമ്മുടെ ലോക്കൽ മെഷീനിൽ നമുക്കിത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി നമുക്ക് അതേപോലെ ബാക്കിയുള്ള ഡെവലപ്പേഴ്സുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഈ ഗിറ്റ് ഉപയോഗിച്ച് നമുക്ക് പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിറ്റ്ഹബിൽ നമ്മളുടെ കോഡ് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് അലോൺ മെഷീനിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ ഗിറ്റ്ഹബിൽ ചെല്ലുക, അവിടെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമല്ലോ അതിനകത്ത്. എന്നിട്ട് അതിനകത്ത് ടോപ്പ് റൈറ്റിൽ ന്യൂ റിപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ നിങ്ങൾ റിപ്പോസിറ്ററിയുടെ നെയിം കൊടുക്കുക. ആ റിപ്പോസിറ്ററി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിന് കറസ്പോണ്ടിങ് ആണ്. ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് പബ്ലിക് ആക്കാം, പ്രൈവറ്റ് ആക്കാം. നിങ്ങൾ നിങ്ങളുടെ കോഡ് അവിടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് റിപ്പോസിറ്ററി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇനി നമ്മൾ നമ്മുടെ മെഷീനിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മെഷീനിൽ ഗിറ്റ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ടൂളിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മളുടെ വിൻഡോസ് മെഷീൻ ആണെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ പോയി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതല്ല നിങ്ങളുടെ മെഷീൻ മാക് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിൽ ടെർമിനലിൽ വന്നിട്ട് ബ്രൂ ഇൻസ്റ്റാൾ ഗിറ്റ് എന്ന് കൊടുക്കുക. അതല്ല നിങ്ങളുടെ മെഷീൻ ലിനക്സ് ആണെങ്കിൽ നിങ്ങൾ ടെർമിനലിൽ വന്നിട്ട് സുഡോ ആപ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, അപ്പം വിൻഡോസ് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ മെഷീനിൽ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ മെഷീനിൽ കമാൻഡ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ടെർമിനലിൽ വന്നിട്ട് ഗിറ്റ് -- വേർഷൻ അടിച്ചു നോക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ ഗിറ്റിൻ്റെ വേർഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കും. അതിനുശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റിനെ കോൺഫിഗർ ചെയ്യുകയാണ്. അപ്പോൾ ഗിറ്റിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് കോൺഫിഗ് --global.username നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കാം. ഗിറ്റ് കോൺഫിഗ് --global_user.email. അപ്പം നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങളുടെ ഇമെയിലും ഗിറ്റ്ഹബിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ യൂസർ നെയിമും അതേ ഇമെയിൽ ഐഡിയും ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ടൈം മാത്രം ഇത് ചെയ്താൽ മതി. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഇത് കോൺഫിഗർ ചെയ്ത് രണ്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോജക്റ്റ് ഇരിക്കുന്ന പാത്തിലോട്ട് നിങ്ങൾ എത്തുക. ഓക്കെ, നിങ്ങൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ആണെങ്കിൽ നിങ്ങൾ CD ഉപയോഗിച്ചിട്ട് നിങ്ങൾ പ്രോജക്റ്റ് സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡർ എവിടെയാണോ ആ കംപ്ലീറ്റ് ഫോൾഡറിൽ എത്തുക. അതിനുശേഷം ഗിറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഗിറ്റ് ഇനിറ്റ്. അപ്പം ഗിറ്റ് എന്ത് ചെയ്യും, ഇനിഷ്യലൈസ് ചെയ്യും. ഇപ്പം നമ്മളുടെ മെഷീനിലാണ് ഇനിഷ്യലൈസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഫോൾഡറിൽ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഫോൾഡറിന് കറസ്പോണ്ടി നിങ്ങൾ കുറേ HTML CSS ഫയൽസും JavaScript ഫയൽസും ഒക്കെ ഉണ്ടെങ്കിൽ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റയർ ഫയൽസ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്യാഷിലോട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഗിറ്റ് കമ്മിറ്റ് -m എന്ന് പറഞ്ഞാൽ എന്ത് മെസ്സേജ് ആണ് ആ കമ്മിറ്റിനൊപ്പം ആ ഫയലിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, ഇനിഷ്യൽ കമ്മിറ്റ് എന്ന് കൊടുക്കണം. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനിഷ്യൽ കമ്മിറ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ലോക്കൽ മെഷീനിൽ വന്നു, നമ്മളുടെ പ്രോജക്റ്റിൻ്റെ ഫോൾഡറിലെത്തി, ആ ഫോൾഡറിൽ നിന്നുകൊണ്ട് ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്തു. ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റേജ് എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫയല് ക്രിയേറ്റ് ചെയ്തു. ഗിറ്റിലോട്ട് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റയർ ഫയൽ ആ സ്റ്റേജ് എന്ന് പറയുന്ന ആ സ്റ്റേജിലോട്ട് പോകും. അതല്ല ഒരു സ്പെസിഫിക് ഫയലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗിറ്റ് ആഡ് ദാറ്റ് ഫയൽ നെയിം കൊടുത്താൽ മതി. അതിനുശേഷം അതിനെ കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്താലേ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ്, നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം -m കൊടുത്തിട്ട് ആ ഓപ്ഷനും കൂടി നമ്മൾ കൊടുക്കുക.
ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ലോക്കൽ റിപ്പോസിറ്ററിനെ ഗിറ്റ്ഹബുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗിറ്റ്ഹബ് റിപ്പോസിറ്ററി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റിപ്പോസിറ്ററിയുടെ അവിടെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു URL കിട്ടും. ആ URL ജസ്റ്റ് ലൈക്ക് ഈ ഫോമിലായിരിക്കും https://github.com നിങ്ങളുടെ യൂസർ നെയിം നിങ്ങളുടെ റിപ്പോസിറ്ററിയുടെ നെയിം .git എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ ആ URL നിങ്ങൾ ഗിറ്റ്ഹബിൽ നിന്നും കോപ്പി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ വന്നിട്ട് നമ്മളിപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഗിറ്റ് ആഡും ഗിറ്റ് കമ്മിറ്റും എല്ലാം ചെയ്ത് നമ്മുടെ മെഷീനില്ല, അവിടെ നിന്നുകൊണ്ട് ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ ഈ പറഞ്ഞ ആ URL കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്യുക. ഗിറ്റ് റിമോട്ട് നമ്മൾ ഗിറ്റ് റിമോട്ടിലോട്ട് ആഡ് ചെയ്യുകയാണ്. എങ്ങോട്ടാണ് ആഡ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഗിറ്റ്ഹബിന്റെ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മളുടെ യൂസർ നെയിമിൽ നമ്മുടെ റിപ്പോസിറ്ററിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്യുകയാണ്. നമ്മുടെ റിപ്പോസിറ്ററിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഒരു പുതിയ റിമോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഒറിജിൻ കൊടുക്കുന്നിടത്ത് നമ്മൾ ആ റിപ്പോസിറ്ററിയിൽ കൊടുക്കാൻ പോകുന്ന നെയിമാണ് ഒറിജിൻ എന്ന് പറയുന്ന നെയിം. ഡിഫോൾട്ട് ആയിട്ട് ഒറിജിൻ നെയിം ആയിരിക്കും. നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മുടെ കോഡുകൾ നമുക്ക് എങ്ങോട്ട് അവിടോട്ട് ഇടണം. അത് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുന്നത് git push -u origin main എന്നാണ് കൊടുക്കേണ്ടത്. git push -u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് ബ്രാഞ്ചിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താണ് ഒറിജിൻ മെയിൻ എന്നുള്ളത്. അപ്പം നിങ്ങൾ നോക്കിയേ, ഒറിജിൻ മെയിനിന് മുമ്പ് നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ആഡ് റിമോട്ടിലോട്ട് ഒറിജിൻ എന്ന് പറയുന്ന പേരിലല്ലേ നമ്മൾ ആഡ് ചെയ്തത്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ നെയിം യു ആർ ഗിവൺ ടു റിമോട്ടാണ്. അപ്പോൾ ഒറിജിനിലെ മെയിൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആഡ് ചെയ്യുകയാണ്. അപ്പം ഗിറ്റ് പുഷ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ലോക്കൽ ചേഞ്ചസ് റിപ്പോസിറ്ററിലോട്ട് ചേഞ്ച് ചെയ്യും. ഒറിജിൻ എന്ന് പറഞ്ഞാൽ റിമോട്ട് റിപ്പോസിറ്ററി ആണ്. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എന്താണോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതാണ്, ആ ബ്രാഞ്ചാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത്രയും കൊടുത്തു കഴിയുമ്പം നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് ഓതന്റിക്കേഷൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് കറക്റ്റായിട്ട് കൊടുത്തു കഴിയുമ്പം ചെയ്യും. ഇനി നമുക്ക് അപ്പോൾ നമ്മളുടെ ഇച്ചിരി കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗിറ്റ്ഹബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫയലിലെ എല്ലാ ഡേറ്റയും എവിടെ ആയി കാണും? നിങ്ങൾ കമ്മിറ്റ് ചെയ്ത എല്ലാ ഫയലുകളും എവിടെ ഉണ്ടാവും? ഗിറ്റ്ഹബിൽ ഉണ്ടാവും. ഇനി പിന്നീട് നിങ്ങൾക്ക് പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് ജസ്റ്റ് git add git commit കൊടുത്താൽ git commit git push ഈ 3 കമാൻഡുകൾ മാത്രം മതി ഫ്യൂച്ചറിൽ. പിന്നീട് എപ്പോഴും നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞതിൻ്റെ കൂട്ട് കോൺഫിഗർ ചെയ്യുകയൊന്നും വേണ്ട. ഫ്യൂച്ചറിൽ പിന്നെ നിങ്ങൾക്ക് ഈ റിപ്പോസിറ്ററിലോട്ട് പുതിയ കോഡ് ചേഞ്ചസ് വന്നിട്ട് ആ ഫയലിന് കറസ്പോണ്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ git add git commit നിങ്ങളുടെ അടുത്ത വെർഷൻ ആണെങ്കിൽ -m അടുത്ത വെർഷൻ git push ഇത്രയും കമാൻഡുകൾ മാത്രം മതി നിങ്ങളുടെ ആ റിപ്പോസിറ്ററിയിൽ ഇതെല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.